നമ്മൾ പെണ്ണെഴുത്ത് ഫെമിനിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിട്ടുള്ള എഴുത്തുകളെ പരിശോധിക്കാൻ ഇപ്പോഴും തയ്യാറല്ലാത്ത ഒരു സമൂഹം ആണ്. കാരണം അതിനകത്ത് എന്തുണ്ടാവും എന്ന് നമുക്ക് പരിശോധിക്കേണ്ട കാര്യമേ ഇല്ല, ഒരൊറ്റ വാക്കിൽ തഴഞ്ഞാൽ മതി. ആദ്യ കാലഘട്ടത്തിൽ ഈ ഫെമിനിസം എന്ന് പറയുന്ന ആശയം സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അത് പുരുഷനെതിരായിട്ടുള്ള എന്തോ ഒന്നാണ്, അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലുള്ള ഒരുപാട് ആശയ തർക്കങ്ങളും അതുപോലെ തന്നെ തല്ലൂട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സംഘടനകളിൽ പോയാലും എനിക്ക് തല്ലുകൂടേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് സവിശേഷമായിട്ട് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് സാംസ്കാരികമാണ്, അത് സാമൂഹികമാണ്. എല്ലാ സമൂഹ സ്ഥാപനങ്ങളും, കുടുംബം തൊട്ടുള്ള എല്ലാ സമൂഹ സ്ഥാപനങ്ങളും നിലനിർത്തിയിട്ടിരിക്കുന്ന പാട്രിയാർക്കിയോടാണ് അതിന് വിരോധം, അതല്ലാതെ പുരുഷനോട് അല്ല. ഒരു പുരുഷനോട് വിരോധം വെച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. ഒരു സ്ത്രീയോട് വിരോധം വെച്ചുകൊണ്ടും അതുപോലെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ സാധ്യമല്ല. മറിച്ച് അധികാര വ്യവസ്ഥയോട് എന്ത് ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ അധികാര വ്യവസ്ഥയോട് കലഹിച്ചുകൊണ്ട് സ്ത്രീക്ക് വേണ്ടി, ജാതിയിൽ താഴ്ന്നവർക്ക് വേണ്ടി, വർഗത്തിൽ താഴ്ന്നവർക്ക് വേണ്ടി പ്രസ്ഥാനങ്ങൾ ഉണ്ടാകാം. അത്തരത്തിലുള്ളൊരു പ്രസ്ഥാനം, ആ ഒരു പ്രസ്ഥാനമാണ് ഫെമിനിസത്തെ സംബന്ധിച്ചിടത്തോളം. ഫെമിനിസത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് തുല്യനീതി എന്നുള്ളത് തന്നെയാണ്. തുല്യനീതിയിൽ അധിഷ്ഠിതമായൊരു ലോകം, ഒരു ജീവിതം സഹനീയമായൊരു ലോകം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ സഹനീയമായ ലോകം സൃഷ്ടിക്കുമ്പോൾ സ്ത്രീക്ക് ചേർത്ത് പിടിക്കാനുള്ളത് തന്നെ പോലെ തന്നെ ഈ സവർണ ബ്രാഹ്മണ പുരുഷ മേധാവിത്വത്തിൻ്റെ കീഴിൽ, സാമ്പത്തിക മേധാവിത്വത്തിൻ്റെ കീഴിൽ ഏറ്റവും അരക്ഷിതമായ ജീവിതം ജീവിക്കേണ്ടി വരുന്ന മുഴുവൻ പേരെയുമാണ്. അത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ജാതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം നടക്കുന്ന ആളുകളോട് ഒപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. കാരണം ജാതി വിവേചനത്തിൽ അധിഷ്ഠിതമായ ഒരു ലോകത്ത് ഒരു മാറ്റവും നടക്കാൻ പോകുന്നില്ല. ഇന്ത്യയുടെ ശാപം തന്നെ ജാതിയിൽ അധിഷ്ഠിതമായ ഒന്നാണ്. അപ്പോൾ ഈ ജാതി വിവേചനത്തെ മറികടക്കാൻ വേണ്ടി പോരാടുന്ന മുഴുവൻ മനുഷ്യരോടും കൂടി, ദളിതരോടും ഗോത്രവർഗ്ഗക്കാരോടോ ആദിവാസികളോടോ ഒക്കെ കൂടിയിട്ട് ഐക്യപ്പെടുക എന്നുള്ളതാണ് ഫെമിനിസ്റ്റുകൾ ചെയ്യേണ്ട ഒരു കാര്യം. ഫെമിനിസ്റ്റുകൾ ഒരുപക്ഷെ മുൻകാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ എൻജോയ് ചെയ്യുന്നത്, ഇപ്പോൾ അവർ സന്തോഷിക്കുന്നത്, ഫെമിനിസം എന്ന പേരിൽ അവർ സന്തോഷിക്കുന്നത് സ്വന്തം ബോഡിയെക്കുറിച്ചിട്ടും, അതല്ലെങ്കിൽ സ്വന്തം സെക്ഷുവാലിറ്റിയെക്കുറിച്ചിട്ടും, അതല്ലെങ്കിൽ സ്വന്തം സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും ഉള്ള ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്.